ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിംഗിൾസിനായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നമ്മൾ സിംഗിൾസ് മീൻസ് സിംഗിളായിട്ട് ഇപ്പം ആരെങ്കിലും നിങ്ങളുടെ ക്രഷായിട്ട് നിലവിലുള്ളവരും ഒക്കെ ആരും ഇപ്പോൾ മൈൻഡിലില്ല, ബട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരാൾ വേണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്കും ഓൾറെഡി മനസ്സിലൊരു വ്യക്തി ഉണ്ടെങ്കിലും ക്രഷായിരിക്കും. അതായത് ഇൻ റിലേഷനിലായിരിക്കില്ല, ബട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ക്രഷ് ഉണ്ട്, നിങ്ങൾ തുറന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും, പിന്നെ ഓൾറെഡി ഒരാളെ പ്രതീക്ഷിക്കുന്നവർക്കും കൂടി ഉള്ള റീഡിംഗാണ് ഞാനിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രഷിൽ നിന്ന് ഇൻ ക്രഷ് ഫ്യൂച്ചർ നിങ്ങളിലേക്ക് പ്രണയത്തിന് എന്ത് മെസ്സേജാണ്, പ്രണയം നിങ്ങൾക്കായി വരുന്നുണ്ടോ, അതിലെന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ നമുക്ക് നോക്കാം. ഇനി ഓരോ കാർഡുകൾ വീതം നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, എനിക്കിവിടെ വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജീസ് എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിലൊരു കൂട്ടർ എന്ന് പറയുമ്പോൾ ആരിൽ നിന്നോ വളരെയധികം സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങൾക്ക് ചെറിയ ചെറിയ സൈൻസ് ഒക്കെ തരുന്നുണ്ടാവാം. ബട്ട് അങ്ങനെ ചില കൂട്ടരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ വ്യക്തി റിയൽ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ആരിൽ നിന്നാണോ ആ സ്നേഹം പ്രതീക്ഷിക്കുന്നത്, ആ വ്യക്തി റിയൽ ആണോ എന്ന് തീർച്ചയായും പരിശോധിക്കുക. ഓക്കെ, ആ ഒരു തരം കൂട്ടം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ആ വ്യക്തി എല്ലാവർക്കുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ചിലർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തി അങ്ങനെ നിങ്ങളിൽ തന്നെ മാത്രമാണോ, റിയൽ ആണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. മേ ബി നിങ്ങളെ ചിലരുണ്ട് നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ, ഒരു ഫ്രണ്ടാണോ ലവറാണോ രണ്ടും പറയാൻ പറ്റാത്ത അവസ്ഥ മേ ബി. ബട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവുന്ന തരത്തിലും റിലേഷൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്നേഹം ആരിൽ നിന്നാണോ, പ്രണയം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആരെയാണോ ക്രഷായി വെച്ചിരിക്കുന്നത്, അത്തരമുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അവരെ റിയലായിട്ട് തന്നെയാണോ നിങ്ങൾക്ക് ഈ ഒരു ലവ് സൈനൊക്കെ തരുന്നത്, ഒരു ഇൻട്രസ്റ്റ് നിങ്ങളോട് കാണിക്കുന്നത് എന്ന് നോക്കുക. ഇനി അങ്ങനെ അല്ല, മീൻസ് ഇതല്ലാതെ ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക്, അതായത് ഇപ്പോൾ നിലവിൽ പ്രണയമൊന്നുമില്ല ബട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ലവ്, ഒരു പുതിയ പ്രണയം കടന്നു വരാനുള്ള സാധ്യത കാണുന്നതായും കാർഡുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ പ്രണയം മേ ബി ഇവിടെ ചില കൂട്ടർക്ക് വിട്ടുപോയ ആരോ തിരികെ വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയ ഒരു എനർജി എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആരെയെങ്കിലും, നിങ്ങളെ ചീറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടാകാം. മേ ബി നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളെ അത്ര തന്നെ വേദനിപ്പിച്ച് നിങ്ങളെ അത്രയും മാനസികമായി തകർത്ത് കടന്നുപോയ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. അവരോട് ഫൊർഗീവ് ചെയ്യുക. ആദ്യം നമുക്ക് ഫൊർഗീവ് ചെയ്ത് ആ എനർജിയെ
കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യണം എന്ന് കാർഡുകളിൽ നിന്ന് വ്യക്തമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ നിങ്ങളെ വേദനിപ്പിച്ച് പോയ ആ വ്യക്തിയുടെ നെഗറ്റീവ് എനർജിയെ ഫുള്ള് നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങളൊരു ഫ്രഷ് എനർജിയായി നിൽക്കുക. തീർച്ചയായും അങ്ങനെയാകുമ്പോൾ നിങ്ങളിലേക്ക് അതിമനോഹരമായൊരു പ്രണയം വരുന്നതായി തന്നെയാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അടഞ്ഞ കീപ് ദ ഡോർ ഓപ്പൺ. കാരണം നമ്മൾ പഴയ എനർജിയിലും നമ്മൾ അത്രമേൽ ഉപദ്രവിച്ചു പോയ ആളിലും ഒക്കെ ആ ഒരോട് ദേഷ്യം വെച്ച് വെറുപ്പ് വെച്ച് ഇങ്ങനെ ആ എനർജിയിൽ ഒരിക്കലും നിൽക്കരുത്. അങ്ങനെ നിൽക്കണ്ട. ആ എനർജി നിങ്ങൾ റിലീസ് ചെയ്യൂ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഡോർ ഓപ്പൺ ആക്കി ആ ഫ്രഷ് എനർജി നിങ്ങൾ അങ്ങനെ അതെല്ലാം ആ എനർജി ഫുൾ റിലീസ് ചെയ്ത് ഫ്രഷ് എനർജി ആയിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് പുതിയ ഒരു പ്രണയബന്ധം, നല്ല സോൾമേറ്റ് പോലെയുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് അപ്പോൾ കടന്നു വരുമെന്നാണ് നമുക്ക് കാർഡുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കറൻലി ആരെങ്കിലും വിട്ടുപോയ വേദനിപ്പിച്ച് നിങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തു കടന്നു പോയിട്ടുണ്ട്. അത് കാർമിക് ഡെപ്റ്റായിരിക്കും. ചിലപ്പോൾ ഒരു കർമ്മബന്ധം കൊണ്ട് വന്നതായിരിക്കും. അങ്ങനെയുള്ളവരെ റിലീസ് ചെയ്തേക്കുക. അങ്ങനെ ഉള്ളവരെ നിങ്ങൾ റിലീസ് ചെയ്ത് ഫോർഗീവ് ആൻഡ് റിലീസ് അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് സോൾമേറ്റ് എനർജി പോലെ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നാണ് കാർഡുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതിൽ ചിലരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഈ സോൾമേറ്റ് മേ ബി ഈ വ്യക്തിയെ നിങ്ങൾ ഓൾറെഡി ചിലർ ഈ വ്യക്തിയെ നിങ്ങളുടെ ആ ഒരു എനർജി ന്യൂ ലവായിട്ട് വരാൻ പോകുന്ന ആളെ അല്ലെങ്കിൽ പുതിയതായി നിങ്ങൾ അപ്രതീക്ഷിതമായി ഈ വ്യക്തിയെ ചിലർ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് കാർഡുകളിൽ നിന്ന് നമുക്കൊരു മെസ്സേജും കൂടി ലഭിക്കുന്നുണ്ട്. യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. നിങ്ങൾ ആരെയാണോ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്, അതിപ്പോൾ ഓൾറെഡി നിങ്ങളൊരു പുതിയ റൊമാൻറ്റിക് പാർട്ട്ണറെ ലവ് പാർട്ട്ണറെ അന്വേഷിക്കുന്ന ആളാണെങ്കിൽ അതിൽ ചിലർ ഓൾറെഡി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും അറിയാതെ കടന്ന് വന്ന ഒരു എനർജിയും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി അങ്ങനെ അല്ലാത്തവർക്ക് തീർച്ചയായും നെഗറ്റീവ് എനർജീസിനെയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രഷ് എനർജിയിൽ നിങ്ങൾക്കൊരു പുതിയ സോൾമേറ്റ് കണക്ഷൻ വരും എന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. നിങ്ങളുടെ മുൻ ജന്മത്തിലെ നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയ ഒരു വ്യക്തി, മുൻ ജന്മത്തിൽ അത്രമേൽ നിങ്ങളുമായി കണക്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് കാർഡുകളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം. മുൻ ജന്മത്തിലെ നിങ്ങളുടെ പ്രണയിതാവായിരിക്കാം, അത്രമേൽ സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തി വരാനുള്ള സമയമായിരിക്കാം ഇപ്പോൾ. ഓക്കെ, ദൈവം അങ്ങനെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും നിങ്ങളുടെ നോർമൽ ലൈഫിലും ഒക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം തരട്ടെ. അപ്പോൾ താങ്ക് യു.